ഹലോ, സിന്ധു ഭൈരവിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഹരിയുടെ അടുത്തേക്ക് വന്നിട്ട് സ്നേഹയുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ എന്ത് പറഞ്ഞിട്ടും അവൾ ഇവിടുന്ന് പോകുന്ന ലക്ഷണമില്ല, അതുകൊണ്ട് നീ തന്നെ നേരിട്ട് പോയിട്ട് അവളെ പോയി കണ്ട്, ഞാൻ കുറച്ച് ബിസിയാണ്, എനിക്കിന്ന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞേക്കാൻ നോക്ക്. അത് കേട്ടപ്പോൾ തന്നെ ഹരി ആകെ ഡെസ്പായിരിക്കുകയാണ്. സോറി ഹരി, സോറി. സിന്ധു നിന്നെ കാണാൻ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങളും കരുതിയത്. പക്ഷേ വേറെ വഴിയില്ല. തൽക്കാലം നീ വന്നിട്ട് അവളെ എന്തെങ്കിലും പറഞ്ഞിട്ട് തിരിച്ചയക്കാൻ നോക്ക്. ശരി അങ്കിൾ എന്ന് പറഞ്ഞിട്ട് അവർക്കൊപ്പം ഹരിയും പുറത്തേക്ക് സിന്ധു ഇരിക്കുന്നിടത്തേക്ക് പോവാണ്. സിന്ധു ആണെങ്കിൽ ഹരിയെ കണ്ട സമയത്ത് അവൾക്ക് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം തോന്നുകയാണ്. ഡോക്ടറെ എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. ഹരിയാണെങ്കിൽ അവളെ കടുപ്പിച്ച് നോക്കിക്കൊണ്ടാണ് അവൾക്ക് അടുത്തേക്ക് വരുന്നത്. അവൻ്റെ അടുത്തേക്ക് വേഗം ഓടിച്ചെന്നിട്ട് സിന്ധു എല്ലാവരോടും പറയാണ്, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വേണ്ടി എൻ്റെ ഡോക്ടർ വരുമെന്ന്. ഹരി സിന്ധുവിൻ്റെ നേരെ മുഖം വീർപ്പിച്ചിട്ടാണ് നിൽക്കുന്നതെങ്കിലും അതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്ന മട്ടിലാണ് സിന്ധു ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. ഇന്നലെ രാത്രി ഡോക്ടർ വീട്ടിൽ വരാതിരുന്നപ്പോൾ വല്ലാതെ പേടിച്ചു പോയി, അതുകൊണ്ടാണ് നേരിട്ട് വന്നൊന്ന് കണ്ടിട്ട് പോവാമെന്ന് കരുതിയത്. അപ്പോൾ ഹരി അവളോട് പറയുന്നുണ്ട്, കണ്ടില്ലേ ഇനി പോവാൻ നോക്ക്. അത് കേട്ടപ്പോൾ സിന്ധുവിന് ആകെ വിഷമാവുകയാണ്. എങ്കിലും അവൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അപ്പം തന്നെ അവൾ പറയുന്നുണ്ട്, ദമയന്തി അമ്മ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ ഡോക്ടറെ കൈയോടെ കൂട്ടിയിട്ട് പോവാനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഡോക്ടർ ഇല്ലാതെ അങ്ങോട്ടേക്ക് കയറി പോവണ്ടെന്നും അമ്മ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്തായാലും ഡോക്ടറെ കൂട്ടിക്കൊണ്ട് ഇവിടുന്ന് പോവാൻ പറ്റുള്ളൂ. വല്യമ്മയോട് ഞാൻ സംസാരിച്ചോളാം, നീ ഇപ്പം ഇവിടുന്ന് പോവാൻ നോക്ക്. ഇല്ല ഡോക്ടർ ഇല്ലാതെ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. ഞാൻ ഡോക്ടർക്കൊപ്പം മാത്രമേ പോവുള്ളൂ. എനിക്കിവിടെ ഒരുപാട് പേഷ്യൻസിനെ നോക്കാനുണ്ട്. അതുകൊണ്ട് നീ ഇവിടുന്ന് പോവാൻ നോക്ക്. ഇവിടെ ഇത്രയധികം ഡോക്ടർമാരില്ലേ, പിന്നെ എന്തിനാ ഹരി ഡോക്ടർ മാത്രം നിൽക്കുന്നത്? വാ ഡോക്ടർ, എനിക്കൊപ്പം വീട്ടിലേക്ക് വാ. അത് കേട്ടപ്പോൾ ഹരിക്ക് വീണ്ടും ദേഷ്യം വരികയാണ്. അവൻ പറയുന്നുണ്ട്, നിനക്ക് ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ, മര്യാദയ്ക്ക് വീട്ടിലേക്ക് പോകാൻ നോക്ക്. അപ്പൊ അത്രയും നേരം സിന്ധുവിന് സപ്പോർട്ടായിട്ട് അവിടെ നിന്നിട്ടുണ്ടായിരുന്ന ആ പ്രായം ചെന്ന സ്ത്രീ ഹരിയോട് പറയാണ്, എന്തിനാ സാർ വെറുതെ ആ കുട്ടിയോട് ദേഷ്യപ്പെടുന്നത്? നീയല്ലേ അതിനെ തട്ടിക്കൊണ്ടു പോയിട്ട് കല്യാണം കഴിച്ചത്. അത് കേട്ടപ്പോൾ ഹരി ദേഷ്യത്തോടെ സിന്ധുവിനെ നോക്കുന്നുണ്ട്. അവൾ ഒന്നും പറയാതെ തലതാഴ്ത്തി നിൽക്കുകയാണ്. നീ തന്നെ അവളോട് ഇങ്ങനെ പെരുമാറിയ അവൾ എന്താ ചെയ്യുക? പെണ്ണിന്റെ പാപം വാങ്ങിക്കാൻ നിൽക്കേണ്ട, അവളുടെ കൂടെ പോവാൻ നോക്ക്. അവൾ പറയുന്നത് കേൾക്ക്. അപ്പോൾ ഹരി സിന്ധുവിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എന്താ ഡോക്ടറെ ആലോചിക്കുന്നത്? എൻ്റെ കൂടെ വാ. അതൊക്കെ കേൾക്കുമ്പോൾ സ്നേഹക്കാണെങ്കിൽ വല്ലാത്ത ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ദേഷ്യത്തോടെ സിന്ധുവിനോട് പറയാണ്, ഏയ് അദ്ദേഹം വരാൻ പറ്റില്ല നിന്നോട് പറഞ്ഞു കഴിഞ്ഞതല്ലേ, പിന്നെ എന്തിനാ വാ വാ എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? മര്യാദയ്ക്ക് ഇവിടുന്ന് പോവാൻ നോക്ക്. അത് കേട്ടപ്പോൾ സിന്ധുവിനും ദേഷ്യം വരാണ്. ഞാൻ എൻ്റെ ഭർത്താവിനോടല്ലേ സംസാരിക്കുന്നത്, അതിനിടയിൽ നിങ്ങൾ എന്തിനാ വന്നിട്ട് സംസാരിക്കുന്നത്? നിങ്ങൾ വായ പൂട്ടിയിട്ട് അവിടെ മിണ്ടാതെ നിൽക്ക്. അത് കേട്ടപ്പോൾ സ്നേഹയ്ക്ക് വല്ലാത്ത നാണക്കേട് തോന്നുകയാണ് അത്രയും പേരുടെ മുന്നിൽ വെച്ച് പറയുമ്പോൾ. ഹരിയാണെങ്കിൽ അവളെ തന്നെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു എന്നല്ലാതെ ഒന്നും മറുത്തു പറയുന്നില്ല. അപ്പോൾ സിന്ധു ആണെങ്കിൽ വീണ്ടും വീണ്ടും ഹരിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിഷ്കളങ്കമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ സ്നേഹയുടെ ഡാഡി പറയുന്നുണ്ട്, സിന്ധു നീ തെറ്റിന് മേൽ തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നീ ഓരോ തവണയും ഹരിയുടെ പേരിന് കളങ്കം വരുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. നീ ഇപ്പോൾ ഹരി പറയുന്നത് കേൾക്ക്. അവൻ ബിസിയാണെന്ന് അവൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ അവനിങ്ങനെ ശല്യപ്പെടുത്തുന്നത്? പക്ഷെ അപ്പോഴും സിന്ധുവിനും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നിങ്ങളൊക്കെ എന്തിനാ ആവശ്യമില്ലാതെ എന്നോട് സംസാരിക്കുന്നത്? എന്നോട് ഡോക്ടർ സംസാരിച്ചോളും. എന്നിട്ട് ഹരിയെ നോക്കിക്കൊണ്ട് അവനോട് പറയാണ്, എന്താ ഡോക്ടർ, ഞാൻ വല്യമ്മയ്ക്ക് ഫോൺ ചെയ്ത് തരട്ടെ, ഡോക്ടർ സംസാരിച്ചോളൂ. ഞാൻ നിങ്ങളുടെ വല്യമ്മയുടെ ഫോണിലേക്ക് വിളിച്ചു തരാം, ഡോക്ടർ സംസാരിച്ചോ എന്നും പറഞ്ഞിട്ട് സിന്ധു ഹരി ചെറുതായിട്ടൊന്ന് ഭീഷണിപ്പെടുത്തുന്നുള്ള മട്ടില് അവന്റെ വല്യമ്മയുടെ ഫോണിലേക്ക് വിളിക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഹരി അത് വിലക്കുന്നുണ്ട്, വേണ്ട. എന്നിട്ട് നേരെ സ്നേഹയുടെ ഡാഡിയോട് പറയാണ്, അങ്കിൾ ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വല്യമ്മയെ കണ്ടിട്ട് വരാം. അത് കേട്ടപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഹരി ഇവളെ ഭയന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇവളെ ഭയന്നിട്ടല്ല അങ്കിൾ, എനിക്ക് വല്യമ്മയെ കാണാൻ വേണ്ടിയിട്ടാണ്, വല്യമ്മ അന്വേഷിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട് ഹരി. അല്ലാതെ ഇവൾക്ക് വേണ്ടിയല്ല ഞാൻ പോകുന്നത്, എൻ്റെ വല്യമ്മയ്ക്ക് വേണ്ടി മാത്രമാണ്. നിങ്ങൾ മറ്റൊന്നും തെറ്റിദ്ധരിക്കേണ്ട അങ്കിൾ എന്ന് പറഞ്ഞിട്ട് സിന്ധുവിനോട് ദേഷ്യത്തോട് ചോദിക്കുകയാണ്, ഏയ് ഇപ്പം എന്താ വേണ്ടത്? ഞാൻ നിന്റെ കൂടെ വീട്ടിലേക്ക് വരണം, അത്രയല്ലേ ഉള്ളൂ. സിന്ധുവും തലകുലുക്കുവാണ്. വാ എന്ന് പറഞ്ഞിട്ട് ഹരി മുന്നിലേക്ക് പോവാണ് അവൻ്റെ കാറിൻ്റെ അടുത്തേക്ക്. അത് കേട്ടപ്പോൾ തന്നെ സിന്ധുവിന് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം തോന്നുകയാണ്. കാരണം ഡോക്ടർക്കൊപ്പമാണ് താൻ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. അങ്ങനെ അവൾ ഡോക്ടറെ പിന്നാലെ തന്നെ നടക്കുകയാണ്. ഹരി മുന്നിലേക്ക് എത്തിയിട്ട് കാറിനടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിന്ധു പിന്നീന്ന് സന്തോഷത്തോടെ പോകുമ്പോൾ തന്നെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവിടെയുള്ള ചുറ്റിലുള്ള എല്ലാവരും, സ്നേഹം ഉൾപ്പെടെ. അപ്പോൾ മുന്നിലോട്ടേക്ക് നടന്നെങ്കിലും ഒന്നുകൂടെ തിരിഞ്ഞു വന്ന് സ്നേഹയെ നോക്കിക്കൊണ്ട് അവൾ പറയുന്നുണ്ട്, സ്നേഹ ഡോക്ടറെ ഒരാൾക്ക് പോലും എന്നിൽ നിന്ന് ഒരിക്കലും വേർപിരിക്കാനാവില്ല. ഡോക്ടർ എനിക്ക് വേണ്ടി ജനിച്ചതാണ്, അതുകൊണ്ട് തന്നെ ഡോക്ടറെ ആർക്ക് വേണ്ടിയും ഞാൻ വിട്ടുകൊടുക്കില്ല. അതൊക്കെ കേൾക്കുമ്പോൾ സ്നേഹയ്ക്ക് അടികൊണ്ട ഫീലായിരുന്നു. സ്നേഹ ഇങ്ങനെ ദേഷ്യത്തോടെ സിന്ധുവിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ സിന്ധു പറയുന്നുണ്ട്, ആരെങ്കിലും ഡോക്ടർ എൻ്റെ അടുത്ത് നിന്ന് പിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
അതിനുവേണ്ടി ഞാൻ എന്തു ചെയ്യും, ഏതറ്റം വരെയും പോവും. സിന്ധുവിന്റെ ഉള്ളിൽ ഹരിയോടുള്ള സ്നേഹം അത്രത്തോളം ഉണ്ടായിരുന്നു. അവൾ വേഗം ഓടിയിട്ട് ഹരിയുടെ കാറിലെ മുൻഡോർ തുറന്നിട്ട് അവിടെ കയറി ഇരിക്കുകയാണ്. ഹരിയാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് സിന്ധുവിനെ തന്നെ നോക്കി ദേഷ്യത്തോടെ ഇരിക്കുകയാണ്. പക്ഷെ സിന്ധു ആണെങ്കിൽ ഒത്തിരി സന്തോഷത്തിലാണുള്ളത്. ഒന്നാമത് ഹരിക്കൊപ്പം കാറിൽ ഒന്നിച്ച് യാത്ര ചെയ്യാൻ പറ്റിയതിലുള്ള സന്തോഷം അവളുടെ മുഖത്തുണ്ടായിരുന്നു. കാറിൽ കയറിയതിനു ശേഷം ഹരിയോട് പറയാണ്, പോകാമോ ഡോക്ടർ? ഹരി മറുപടി ഒന്നും പറയാതെ കാറ് മുന്നോട്ടേക്ക് എടുക്കുകയാണ്. സിന്ധു നല്ല സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. അതേസമയം ഹോസ്പിറ്റലിലാണെങ്കിൽ സ്നേഹ ആകെ ടെൻഷനോടെയാണ് നിൽക്കുന്നത്. സിന്ധു പോയതോടെ അവിടെ കൂടിയിട്ടുണ്ടായിരുന്ന എല്ലാവരും പിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഹരി ഡ്രൈവിങ്ങിലാണെങ്കിലും സിന്ധു അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സന്തോഷം കൊണ്ട് അവളുടെ മുഖത്ത് അത്രയും നേരം പുഞ്ചിരി ഉണ്ടായിരുന്നു. ഹരിക്കാണെങ്കിൽ അത് വല്ലാതെ ഇറിറ്റേഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ സിന്ധു അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവൾക്ക് അവന്റെ കൂടെ ഇരിക്കുന്നതിൽ ആ ഒരു സന്തോഷം അവളുടെ മുഖത്ത് ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. അവസാനം സഹി കെട്ടപ്പോ ഹരി വണ്ടി സൈഡ് ഒതുക്കുകയാണ്. എന്നിട്ട് സിന്ധുവിനോട് പിറകെ കയറി ഇരിക്കാൻ പറയാണ്. അപ്പോൾ സിന്ധു പറയുന്നുണ്ട്, എനിക്ക് മുന്നിലിരിക്കുന്നതാ ഡോക്ടറെ ഇഷ്ടം, ഡോക്ടർ വണ്ടി എടുക്ക് ഡോക്ടറെ. പക്ഷെ അപ്പോൾ ഹരി ദേഷ്യത്തോട് പറയാണ്, നീ മുന്നിലിരിക്കുന്നത് പക്ഷേ എനിക്കിഷ്ടമല്ല, പോയി പിന്നിലിരിക്കുക. സിന്ധു വീണ്ടും അവനോട് കെഞ്ചി നോക്കുകയാണ്, ഡോക്ടറെ എനിക്ക് മുന്നിലിരിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്, ഇവിടെ ഇരുന്നിട്ട് കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമാണ്, പ്ലീസ് ഡോക്ടറെ ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. നീ എനിക്ക് എൻ്റെ അടുത്തിരിക്കുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത ദേഷ്യം വരികയാണ്. നിന്നെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം സഹിക്കാനാവുന്നില്ല, അതുകൊണ്ട് പോയിട്ട് പിന്നെ ഇരിക്കുക. എന്നിട്ടും സിന്ധു പോവാൻ കൂട്ടാക്കാതെ അവിടെ തന്നെ ഇരുന്നിട്ട് അവനെ നോക്കുകയാണ്. നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ, പോയിട്ട് പിന്നിലിരിക്കാൻ. കുറച്ച് ദൂരം കൂടിയല്ലേ ഡോക്ടറേ ഉള്ളൂ, പ്ലീസ് ഞാൻ ഇവിടെ മുന്നിലിരുന്നോളാം. ഹരി ദേഷ്യത്തോടെയും വെറുപ്പോടും കൂടി സിന്ധുവിനെ നോക്കുകയാണ്. എന്നിട്ട് ബെൽറ്റ് ഊരിയിട്ട് അവൻ തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് സിന്ധുവിന്റെ സൈഡിൽ വന്നിട്ട് അവളുടെ ഡോറ് തുറക്കുകയാണ്. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, പോയിട്ട് പിന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട്. എന്താ ഡോക്ടറെ പ്ലീസ്, പറഞ്ഞത് കേട്ടില്ലേ, പോയിട്ട് പിന്നെ ഇരിക്കുന്നു. അവസാനം സിന്ധുവിനെ പിടിച്ച് പിന്നിൽ ഇരുത്തിയതിനു ശേഷം മാത്രമാണ് ഹരി വന്നിട്ട് ഡ്രൈവ് ചെയ്യുന്നത്. കുറച്ചു നേരം വിഷമമുണ്ടെങ്കിലും പിന്നീട് നടുവിൽ വന്നിരുന്നിട്ട് മിററിൽ കൂടി ഹരിയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് സിന്ധു. അവന്റെ മുഖം കാണുന്തോറും അവൾക്ക് സന്തോഷം പറഞ്ഞറിയിക്കാനാവാത്തതാണ്. എങ്ങനെയായാലും അവന്റെ കൂടെ കാറിൽ ഇരിക്കുന്നതിൽ അവൾക്ക് സന്തോഷം തന്നെയായിരുന്നു. ഹരി നോക്കുന്ന സമയത്ത് സിന്ധു തന്നെ മിററിൽ കൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് അവന് മനസ്സിലായി. അവന്റെ ദേഷ്യം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതൊന്നും വകവെക്കാതെ സിന്ധു അവനോട് ചോദിക്കുന്നുണ്ട്, ഡോക്ടർ രാത്രി മുഴുവൻ ഉറങ്ങാതെ രോഗികളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നോ? അതിന് മറുപടി പറയാതെ അവൻ മിററിൽ കൂടി സിന്ധുവിനെ നോക്കുകയാണ്. തന്നെ തന്നെയാണ് നോക്കുന്നതെന്ന് സിന്ധുവിനും അറിയായിരുന്നു. ഡോക്ടറോടാണ് ഞാൻ ചോദിച്ചത്, ഡോക്ടർ രാത്രി മുഴുവൻ ജോലിയിലായിരുന്നോ? ദയവ് ചെയ്ത് നീ ഒന്ന് വായി പൂട്ടിയിട്ട് വരാൻ പറ്റുമോ? ഇങ്ങനെ രാത്രി മുഴുവൻ ഉറങ്ങാതെ ജോലി ചെയ്തു കഴിഞ്ഞാൽ അത് ശരീരത്തിനെ ബാധിക്കും ഡോക്ടർ ഒരു ഡോക്ടർ തന്നെയാണ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. എന്നാലും പ്ലീസ് ദയവ് ചെയ്ത് അങ്ങനെ ഉറക്കൊഴിഞ്ഞിട്ട് ജോലി ചെയ്യല്ലേ. അത് കേട്ട സമയത്ത് ഹരി മിററിൽ കൂടി നോക്കിക്കൊണ്ട് അവളോട് പറയാണ്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അത് നീയാണ്. നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയാൽ തന്നെ എൻ്റെ ജീവിതത്തിന് പകുതിയിലേറെ സമാധാനം ഉണ്ടാവും. അത് കേട്ട സമയത്ത് മറുപടി ഒന്നും പറയാതെ സിന്ധു ഇങ്ങനെ കുഞ്ഞിനെ പോലെ മുഖവും വീർപ്പിച്ചിരിക്കുകയാണ്. നീ കാരണമാണ് ദിവസവും എനിക്ക് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്. ഓരോ ദിവസവും ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ട്. അത് കേട്ടപ്പോൾ ചെറിയ ശബ്ദത്തിൽ സിന്ധു പറയുന്നുണ്ട്, തീർച്ചയായിട്ടും ഡോക്ടറുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. അതുകൂടെ കേട്ടപ്പോൾ ഹരിയുടെ ദേഷ്യം കയറുകയാണ്. അവൻ മിററിൽ കൂടി നോക്കിക്കൊണ്ട് അവളോട് പറയാണ്, തെറ്റ് ചെയ്യുന്നവർക്ക് ആദ്യം ദൈവം കൂട്ടുനിൽക്കും എന്ന് കരുതി ദൈവം അവർക്കാണ് സപ്പോർട്ട് എന്ന് കരുതേണ്ട. കൊടുത്തതെല്ലാം ദൈവം തന്നെ അവരുടെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങിക്കും. അതിനുശേഷം ഒന്നുമില്ലാതെ നടുത്തെരുവിൽ നിൽക്കേണ്ടി വരും. ഹരി കോൺഫിഡൻസോട് കൂടി പറയാണ്, ഒരു നാൾ സിന്ധുവിന്റെ കള്ളത്തരം പുറത്തു കൊണ്ടുവരുന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ സിന്ധു അവനോട് തിരിച്ചു പറയാണ്, പക്ഷെ എൻ്റെ കാര്യത്തിൽ അങ്ങനെ നടക്കില്ല ഡോക്ടറെ. എന്തുകൊണ്ടെന്നാ എന്നെ ഡോക്ടർക്കൊപ്പം ചേർത്ത് വെച്ചത് തന്നെ ആ ദൈവമാണ്. അത് കേട്ടപ്പോഴേക്കും ഹരിയുടെ കൺട്രോൾ നശിച്ചിട്ടുണ്ടായിരുന്നു. അവൻ സഡൻ ബ്രേക്ക് ഇട്ട് വണ്ടി നിർത്തുകയാണ്. എന്നിട്ട് പുറത്തേക്ക് ചാടി ഇറങ്ങിയിട്ട് സിന്ധുവിന്റെ ഭാഗത്തുള്ള ഡോറ് തുറന്നിട്ട് അവളോട് പുറത്തേക്ക് ഇറങ്ങാൻ പറയാണ്. അപ്പൊ അവൾ ചുറ്റിലും നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, വീട് എത്തിയില്ലല്ലോ ഡോക്ടറെ, നിന്നോട് പുറത്തേക്ക് ഇറങ്ങാനല്ലേ പറഞ്ഞത്? എന്തിനാ ഡോക്ടറെ? ഇങ്ങോട്ടേക്ക് ചോദ്യങ്ങൾ വേണ്ട, നിന്നോട് ഇറങ്ങാനാ പറഞ്ഞത്. അത് പറഞ്ഞപ്പോഴേക്കും സിന്ധു പേടിച്ചിട്ട് ഇറങ്ങുകയാണ്. അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫോണാണെങ്കിൽ ആ സമയത്ത് താഴത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവൾ ആ ഫോൺ എടുക്കുകയാണ്. പക്ഷെ ഫോൺ എടുത്തിട്ട് സിന്ധു നിവരുമ്പോഴേക്കും ഹരി കാറും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. സിന്ധു അതൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏയ് ഡോക്ടറെ 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 എന്ന് വിളിച്ചുകൊണ്ട് അവൾ കാറിന് പിന്നാലെ ഓടുകയാണ്. പക്ഷെ ഹരി മൈൻഡ് വെക്കുന്നതേ ഇല്ല. അവൻ മിററിൽ കൂടി കാണുന്നുണ്ട് സിന്ധു പിന്നാലെ ഓടി വരുന്നത്. ഒരുപാട് ദൂരം കാറിന് പിന്നാലെ ഓടി ക്ഷീണിച്ചിട്ട് സിന്ധു നിർത്തുകയാണ്. ഇതെന്താ ഡോക്ടറിനെ നടുത്തെരുവിൽ നിർത്തിയിട്ട് പോയത്? ദൈവമേ, ഡോക്ടർ മാത്രം ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ അമ്മ തെറ്റിദ്ധരിക്കുമല്ലോ. സിന്ധു പെട്ടെന്ന് തന്നെ ചുറ്റിലും നോക്കിക്കൊണ്ട്
മറ്റൊരു വഴി കൂടെ പോവുകയാണ്. അങ്ങനെ ഹരി വീട്ടിന്റെ മുന്നിലെത്തിയ സമയത്ത് വീടിന് ഗേറ്റ് അടച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. അവൻ ഹോൺ അടിക്കാണ്. അകത്താണെങ്കിൽ ദമയന്തിയും അതുപോലെ തന്നെ ഗായത്രിയും ചേർന്നിട്ട് ഒന്നിച്ച് പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ലക്ഷ്മിയും അവളുടെ സഹോദരനും മകളും ചേർന്നിട്ട് എന്തൊക്കെയോ ഫോണിലും കളിച്ചിട്ടൊക്കെ അവിടെ ഇരിക്കുകയാണ്. ഹരി വീട്ടിന്റെ മുന്നിലെത്തിയൊന്നും ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഗേറ്റ് അടച്ചത് കാരണം ഹരി നിർത്താതെ ഹോൺ അടിക്കുകയാണ്. പക്ഷേ ഒരു 7-8 പ്രാവശ്യം ഹോൺ അടിച്ചപ്പോഴേക്കും ഹരിക്ക് മുന്നിലായിട്ട് വന്നു നിന്നത് മറ്റാരുമല്ല, സിന്ധു തന്നെയായിരുന്നു. ഹരി ശരിക്കും ഷോക്കായിട്ടുണ്ടായിരുന്നു സിന്ധുവിനെ അവിടെ കണ്ടപ്പോൾ. സിന്ധു നല്ല ക്ഷീണിച്ചിട്ടാണ് ഉണ്ടായിരുന്നെങ്കിലും അവൾ ഗേറ്റിനകത്താണ് ഉണ്ടായിരുന്നത്. ഹരിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ തന്നെ വേഗം പോയിട്ട് ഗേറ്റ് തുറന്നു കൊടുക്കുകയാണ്. ഹരിക്കൊപ്പം തന്നെ വന്നിട്ട് അവൻ്റെ ഡോറൊക്കെ തുറന്നു കൊടുക്കുകയാണ് സിന്ധു. ഹരിയാണെങ്കിൽ അവളെ തന്നെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ടും അതിശയത്തോടു കൂടി അവളെ തന്നെ നോക്കുകയാണ്. എന്തൊക്കെ വില്ലത്തരങ്ങളും വഴികളാണ് ഇവളുടെ കയ്യിലുള്ളതെന്ന് കരുതിയിട്ട്. അപ്പോൾ ഹരി തന്നെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന കണ്ടപ്പോൾ സിന്ധു ചോദിക്കുന്നുണ്ട്, എന്താ ഡോക്ടർ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ എങ്ങനെയാ ഡോക്ടർക്ക് മുന്നേ ഇവിടെ എത്തിയത് എന്നാണോ ഡോക്ടർ ചിന്തിക്കുന്നത്? എന്താണെന്നറിയോ, എനിക്ക് ഈ വീട്ടിലേക്ക് വരാൻ വേണ്ടി ഒരുപാട് കുറുക്ക് വഴികൾ അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഡോക്ടർക്ക് മുന്നേ ഇവിടെ എത്തിയത്. അത് കേട്ടപ്പോൾ ഹരി ഒന്ന് പുച്ഛിച്ച് ചിരിക്കുകയാണ്. കുറുക്ക് വഴിയിൽ കൂടി വരുന്നവരെ എനിക്ക് ഒരു കാലത്തും ഇഷ്ടമല്ല. ഹരി പറഞ്ഞപ്പോഴാണ് സിന്ധുവിനും അതിന്റെ അർത്ഥം മനസ്സിലായത്. അതിനുശേഷം ഹരി അകത്തേക്ക് കയറി പോകുമ്പോഴേക്കും സിന്ധു അവനെ തടയാണ്. ഡോക്ടറെ, അതെന്താന്ന് വെച്ചാ ഞാനില്ലാതെ ഡോക്ടർ തനിച്ച് വന്നു കഴിഞ്ഞാൽ ദമയന്തി അമ്മ ഒരുപക്ഷെ തെറ്റിദ്ധരിക്കും. അതുകൊണ്ടാണ് ഡോക്ടർക്കൊപ്പം തന്നെ ഞാനും വരണമെന്ന് കരുതിയിട്ട് ഞാൻ ഡോക്ടറെക്കാളും മുന്നേ എത്തിയിട്ട് ഇവിടെ ഡോക്ടറെയും കാത്തുകൊണ്ട് നിന്നത്. അത് കേട്ടപ്പോൾ ഹരി ഒന്നും പറയുന്നില്ല. വാ നമുക്ക് അകത്തേക്ക് പോവാം എന്നും പറഞ്ഞിട്ട് സിന്ധു തന്നെയാണ് ആദ്യം അകത്തേക്ക് കയറുന്നത്. പിന്നാലെ ഹരിയും ഉണ്ടായിരുന്നു. അവളാണെങ്കിൽ ദമയന്തിയും ഗായത്രി ഇരിക്കുന്ന ഭാഗത്തേക്ക് പോയിട്ട് വിളിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അമ്മ ഇതാ ഡോക്ടർ വന്നു എന്ന്. സിന്ധുവിന്റെ സംസാരം കേട്ടിട്ടാണ് ലക്ഷ്മിയും ഗിരീഷും ഒക്കെ അങ്ങോട്ടേക്ക് നോക്കുന്നത്. സിന്ധുവിന് പിന്നാലെ ഹരി വരുന്നത് കണ്ടപ്പോൾ അവർ രണ്ടുപേരും ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. എന്ത്, ഹരി വന്നോ? ഇവളെന്തൊക്കെയാ പറയുന്നത് എന്നും പറഞ്ഞിട്ട് ലക്ഷ്മിയാണെങ്കിൽ അവൾ വിളിച്ചു പറഞ്ഞത് കേട്ട ഭാഗത്തേക്ക് പോവാണ്. അതുപോലെ തന്നെ സിന്ധുവിന്റെ സംസാരം കേട്ടിട്ട് ദമയന്തിയും ഗായത്രി എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ ഹരിക്കുട്ട, മോൻ വന്നോ? ഇന്നലെ രാത്രി മൊത്തം മോൻ വീട്ടിൽ വരായിട്ട് സിന്ധുവിന് ആകെ ടെൻഷനായിരുന്നു. അവൾ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. അതുകൊണ്ടാണ് നിന്നെ കൂട്ടിയിട്ട് വരാൻ വേണ്ടി അവളെ തന്നെ നേരിട്ട് പറഞ്ഞു വിട്ടത്. അത് കേട്ടപ്പോൾ ഹരി ദേഷ്യത്തോടെ സിന്ധുവിനെ നോക്കുകയാണ്. അവൾ ഒന്നും പറയാതെ പാവത്തെ പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഹരിയുടെ അച്ഛനും പറയുന്നുണ്ട്, എന്താ ഹരി, വീട്ടിലേക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ ഒരു തവണ ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞൂടെ? ഹരി മറുപടി ഒന്നും പറയാതെ അച്ഛനെയും സിന്ധുവിനെയും മാറി മാറി നോക്കുകയാണ്. ആ, അത് ശരി തന്നെയാണ് ഹരിക്കുട്ട. ഇന്നലെ രാത്രി നീ സിന്ധു വിളിച്ചപ്പോൾ ഫോൺ എടുക്കാത്തത് കാരണം രാത്രി മുഴുവൻ നീ എപ്പോഴാ വരിക എന്ന് പറഞ്ഞിട്ട് അവിടെ ഉറങ്ങാതെ നിന്നെയും കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ സിന്ധുവും കുലുക്കുവാണ്. നീ എന്താ ഇന്നലെ രാത്രി വരാതിരുന്നത് ഹരി? അവന്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്. ഇന്നലെ ഡ്യൂട്ടി ഡോക്ടർമാരെല്ലാവരും വീട്ടിലേക്ക് പോയിരിക്കായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യേണ്ടി വന്നു. അത് കേട്ടപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ദമയന്തി സിന്ധുവിനോട് പറയുന്നുണ്ട്, സിന്ധു ഞാൻ പറഞ്ഞതല്ലേ, ഹരി ഇതിനു മുമ്പ് ഇങ്ങനെ സ്റ്റേ ചെയ്തിട്ടൊന്നും ഇല്ല. അത് കേട്ടപ്പോൾ സിന്ധുവും പുഞ്ചിരിക്കുകയാണ്. ഇതൊക്കെ കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ലക്ഷ്മിയും അനിയനും ഒക്കെ ചേർന്നിട്ട്. അപ്പോൾ ദമയന്തിയാണെ പുഞ്ചിരിച്ചുകൊണ്ട് ഹരിയോട് പറയുന്നുണ്ട്, ശരി മോനെ, നീ ഇന്നലെ വരാതിരുന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും വല്ലാതെ ഭയന്നു പോയി. ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ സിന്ധുവിനെ വിളിച്ച് പറയണം. ശരി വല്യമ്മേ. ഡോക്ടർ അകത്തേക്ക് പോയിക്കോ, ഞാൻ ഡോക്ടർക്ക് കുളിക്കാനുള്ള വെള്ളം വെച്ച് തരാം. സിന്ധു പറഞ്ഞത് കേട്ടപ്പോൾ ഹരി അവളെ ഒന്ന് കടുപ്പിച്ച് നോക്കുകയാണ്. പെട്ടെന്ന് അവൾ ഒന്നും മിണ്ടാതെ തലതാഴ്ത്തുന്നുണ്ട്. ഹരിയാണെങ്കിൽ അവന്റെ മുറിയിലേക്ക് പോയപ്പോൾ സിന്ധു വേഗം അടുക്കളയിലേക്ക് പോവാണ് വെള്ളം വെക്കാൻ വേണ്ടി. എല്ലാവരും ഓരോ ഭാഗത്തേക്ക് പിരിയുന്നുണ്ട്. ആ സമയത്ത് ഐഷു ആണെങ്കിൽ അമ്മയോട് ചോദിക്കുകയാണ്, ഇതെന്താ അമ്മ, സിന്ധു പറഞ്ഞതുപോലെ ഹരിയേട്ടനെ കൂട്ടിക്കൊണ്ടാണല്ലോ വന്നത്. അവള് വിളിച്ചു എന്ന് കരുതി ഇവൻ എന്തിനാ വന്നത്? ഇവന്റെ അടുത്ത് എനിക്ക് ഇഷ്ടമില്ലാത്ത ഈ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ദമയന്തിയെ ഭയന്നിട്ടായിരിക്കും അവനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവുക. എന്നാണോ ഇവൻ ദമയന്തിയെ ഭയക്കുന്നത് നിർത്തുന്നത്, അന്ന് മുതലേ ഇവൻ ഞാൻ പറയുന്നത് അനുസരിക്കുള്ളൂ. ഹരി മുറിയിലെത്തിയിട്ട് 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അതിനുശേഷം കുളിക്കാൻ വേണ്ടി ഡ്രസ്സ് മാറ്റുമ്പോഴാണ് ബാത്റൂമിൽ നിന്ന് തോർത്തും കൊണ്ട് സിന്ധു ഇറങ്ങി വരുന്നത്. പെട്ടെന്ന് സിന്ധുവിനെ അവിടെ കണ്ടപ്പോൾ ഹരി ഒന്ന് ഞെട്ടിപ്പോയി. ഇതെന്താ ഡോക്ടറെ, ഞാൻ ബാത്റൂമിൽ നിന്ന് എന്താ വരുന്നതെന്ന് ഞെട്ടിയിട്ട് നോക്കുകയാണോ? ഞാൻ ഡോക്ടർക്ക് കുളിക്കാനുള്ള വെള്ളം എടുത്ത് വെച്ചിട്ട് വരുന്നതാണ്. ഇന്നാ ഡോക്ടർ പോയിട്ട് കുളിച്ചോ, ഞാൻ ഡോക്ടർക്ക് എന്തെങ്കിലും ഭക്ഷണം പാചകം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് തോർത്ത് അവന് കൊടുക്കുന്ന സമയത്ത് അവൻ ദേഷ്യത്തോടെ അവളെ കടുപ്പിച്ചൊന്ന് നോക്കുവാണ്. അപ്പോഴേക്കും ലക്ഷ്മിയും ഐഷുവും ഗിരീഷും കൂടെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നേരെ വന്ന് ലക്ഷ്മി ഹരിയോട് ചോദിക്കാണ്, ഹരി, ഇവള് ഹോസ്പിറ്റലിൽ വന്നിട്ട് എന്താ ചെയ്തത്? അതിന് മറുപടി പറയാതെ ഹരി സിന്ധുവിനെ തന്നെ കടുപ്പിച്ച് നോക്കുകയാണ്. അപ്പോൾ വീണ്ടും അവർ ചോദിക്കുന്നുണ്ട്, പറ, ഇവളെന്താ ഹോസ്പിറ്റലിൽ വന്നിട്ട് ചെയ്തു കൂട്ടിയത്? അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ഒന്നും അറിയാത്ത പോലെ സിന്ധു തന്നെ പറയാണ്, ഞാൻ തന്നെ പറയാം അമ്മ,
ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നല്ല ഹോസ്പിറ്റലിലേക്ക് പോയത്, ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി പോയതായിരുന്നു. പക്ഷെ ഞാൻ അവിടെ എത്തിയപ്പോൾ സെക്യൂരിറ്റിമാർ എന്നെ അകത്തേക്ക് കയറ്റി വിട്ടില്ല. അപ്പോൾ എനിക്കും ദേഷ്യം വന്നു. എനിക്ക് ഹരി ഡോക്ടറെ കണ്ടേ പറ്റുള്ളൂ എന്ന് ഞാനും അവരുടെ അടുത്ത് വാശി പിടിച്ചു. എന്നിട്ട് അവരെ തട്ടിമാറ്റി ഞാൻ അകത്തേക്ക് പോയ സമയത്ത് ഒരു പെണ്ണാണെന്ന് പോലും നോക്കാതെ എന്നെ പിടിച്ചിട്ട് അവർ എല്ലാവരും ചേർന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് തള്ളിവിട്ടു. അതിനുശേഷം സ്നേഹം വന്നിട്ട് അത് അവളുടെ ഹോസ്പിറ്റലാണെന്നും അവിടെ വെച്ച് അങ്ങനെ പെരുമാറരുത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് വളരെ മോശമായിട്ട് പെരുമാറി. എനിക്ക് ഹരി ഡോക്ടറെ കാണിച്ചു തരില്ല എന്നും ഡോക്ടർ തിരക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒഴിവാക്കാൻ വേണ്ടി നോക്കിയതാണ്. എൻ്റെ ഭർത്താവിനെ എനിക്ക് കാണിച്ചു തരില്ല എന്ന് പറയാൻ അവളാരാ എന്നുള്ളതിൽ എനിക്ക് ദേഷ്യം വന്നു. സിന്ധു സംഭവിച്ച കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് തന്നെയാണ് അവരോട് പറഞ്ഞു കൊടുക്കുന്നത്. ഹോസ്പിറ്റലിലെ വെളിയിൽ പിടിച്ച് തള്ളിയതും ഇനി അകത്തേക്ക് കയറാൻ പാടില്ല എന്ന് പറഞ്ഞ് എല്ലാവർക്കും മുന്നിൽ വെച്ച് അപമാനിച്ചപ്പോൾ താൻ അവിടെ ഹോസ്പിറ്റലിന് മുന്നിൽ തന്നെ ഇരുന്നതും ഡോക്ടറെ കാണാതെ വരില്ല എന്ന് വാശിയോടെ പറഞ്ഞതുമായ സംഭവങ്ങളൊക്കെ അവർക്ക് മുന്നിൽ പറഞ്ഞു കൊടുക്കുകയാണ്. അവസാനം വേറെ വഴിയൊന്നും ഇല്ലാതെ അവർക്ക് ഡോക്ടറെ എനിക്ക് കാണിച്ചു തരേണ്ടി വന്നു. ഞാൻ പോയപ്പോൾ തന്നെ എന്നെ അനുവദിച്ചിരുന്നെങ്കിൽ ഞാൻ ഡോക്ടറെ കണ്ടിട്ട് അനങ്ങാതെ വന്നേനെ. ആവശ്യമില്ലാതെ അവരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത്. ഓൾറെഡി എൻ്റെ മോനെ വീട്ടിൽ ശല്യപ്പെടുത്തുന്നത് പോരാതെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ശല്യപ്പെടുത്താൻ തുടങ്ങിയോ നീ? അല്ല, നീ ആരോട് ചോദിച്ചിട്ടാ ഹോസ്പിറ്റലിലേക്ക് പോയത്? ഞാൻ ആരോട് അമ്മ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി അനുവാദം ചോദിക്കേണ്ടത്? എൻ്റെ ഭർത്താവിനെ കാണാൻ വേണ്ടിയല്ലേ ഞാൻ പോയത്. എല്ലാവരും സിന്ധുവിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവൾ പറയുന്നതിലെ സത്യവും അവളുടെ കുരുട്ടുബുദ്ധിയൊക്കെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഒരു ദിവസം മുഴുവൻ എൻ്റെ ഭർത്താവ് എൻ്റെ വീട്ടിലേക്ക് വരാതിരുന്ന, അദ്ദേഹത്തെ കാണാതിരുന്ന എൻ്റെ മനസ്സ് വേദനിക്കില്ലേ? അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയത്. ഹരി സിന്ധുവിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ലക്ഷ്മിയും ഗിരീഷും ഒക്കെ ദേഷ്യത്തോടെയാണ് അവളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. ഞാൻ അവിടെ പോയപ്പോൾ എൻ്റെ ഭർത്താവിനെ കാണാൻ അവർ അനുവദിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെറുതെ വിടുന്നാണോ കരുതിയത്? ഞാൻ ഡോക്ടർക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. അത് ഡോക്ടർക്കും നന്നായിട്ട് അറിയാം. സിന്ധു ഒന്ന് ഇടം കണ്ടിട്ട് അവനെ നോക്കുകയാണ്. ഹരിയാണെങ്കിൽ അവളെ തന്നെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് സംസാരം കൂടുതൽ വഷളാക്കാതെ സിന്ധു പറയുന്നുണ്ട്, ഡോക്ടർ ഹോസ്പിറ്റലിൽ നിന്നും ഒരുപാട് ടയേർഡായിട്ടാണ് വന്നത്. അതുകൊണ്ട് ഡോക്ടർക്ക് കുളിക്കാനുണ്ടാവും, ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, ഇന്നാ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ടവല് തലതോർത്താനായിട്ട് ടവല് കൊടുക്കുകയാണ്. പക്ഷെ ഹരി അത് വാങ്ങിക്കാതെ അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അവൻ്റെ കൈ എടുത്തിട്ട് അവൾ തന്നെ കൈക്കുള്ളിൽ ആ തോർത്ത് വെച്ച് കൊടുക്കുകയാണ്. ഹരി അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന പോലെ തന്നെ ലക്ഷ്മിക്കും ഗിരീഷിനൊക്കെ അവളോട് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷെ സിന്ധു ആണെങ്കിൽ ഇതൊന്നും വകവെക്കാതെ പതിവ് പോലെ തന്നെ പുഞ്ചിരിച്ചുകൊണ്ട് അവനോട് തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.